സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിലൂടെ തന്നെ പോയേക്കാം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് കേരളം. 2,71,00,000 വോട്ടർമാർ വിധിയെഴുതും. നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികളൊക്കെയും. EVM-കളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസോൺ, കോഴിക്കോട് നിന്ന് സരീഷ് പി കെ നമുക്കൊപ്പം തത്സമയമുണ്ട്. ആദ്യം ഹാൻസിലേക്ക് പോവുകയാണ്. ഹാൻസെ, അവിടെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം സംസ്ഥാനത്ത് എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഞാനിപ്പോൾ ഉള്ളത് നേമം മണ്ഡലത്തിലുള്ള പോളിംഗ് ബൂത്തുകളുടെ EVM മെഷീനുകൾ വിതരണം ചെയ്യുന്ന കോട്ടൺ ഹിൽ സ്കൂളിലാണുള്ളത്. ഇവിടെ നിന്നാണ് നേമം മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ പോളിംഗ് ബൂത്തിലേക്കുമുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം 8 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യഘട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയും EVM മെഷീനുകൾ സ്വീകരിച്ച് പുറത്തോട്ടിറങ്ങിയിട്ടില്ല. ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിച്ച് EVM-കളടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് നൽകുക. തിരുവനന്തപുരം ജില്ലയിൽ 3173 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 1300 ലൊക്കേഷനുകളിലായിട്ടാണ് ഈ 3173 പോളിംഗ് സ്റ്റേഷനുകൾ തലസ്ഥാനത്തുള്ളത്. വിവിധ മണ്ഡലങ്ങളുടെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ളത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് നൽകുന്നത്. അതിൽ നേമം മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നൽകുന്നത് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നാണ്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ളത് മണക്കാട് ഗേൾസ് സ്കൂളിൽ നിന്നും, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നൽകുന്നത് കേന്ദ്ര വിദ്യാലയത്തിൽ നിന്നാണ്, പട്ടത്തുള്ള. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഈ 14 മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ ഇന്ന് തന്നെ വിതരണം ചെയ്യും. അല്പസമയത്തിനുള്ളിൽ തന്നെ EVM മെഷീനുകൾ അടക്കം ലഭിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോയി ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടില്ല. സുഗമമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30,495 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഉള്ളത്. ഇവിടങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ EVM മെഷീനുകളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ ഈ വിതരണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവർക്കും അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് ഉദ്യോഗസ്ഥരും തന്നെ ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലയിലെ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സേതു, ജില്ലയിലെ സുരക്ഷാ വിന്യാസം എല്ലാം കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇപ്പോൾ ഇവിടെ എത്തി പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് പോയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 70,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് സേനയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കാനും പരിശോധിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനും അടക്കം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും നോക്കേണ്ട ചുമതലയുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് കമ്മീഷനും അതിനോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ആവശ്യത്തിന് സേനയെ തയ്യാറാക്കിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം 2040 പ്രശ്നബാധിത ബൂത്തുകളാണ്. അവിടെ ഈ പറയുന്നത് പോലെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. CRPF ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ഈ 100% ഫുൾ വെബ്കാസ്റ്റിംഗ് ഈ പ്രശ്നബാധിത ബൂത്തുകളിലുണ്ടാകും. ഈ ആദ്യഘട്ടം മുതൽ ഈ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുന്നത് മുതൽ വൈകിട്ട് 6 മണിക്ക് പൂർത്തിയാകുന്നത് വരെ 100% വെബ്കാസ്റ്റിംഗ് അവിടെ ഉണ്ടാകും. പൂർണ്ണമായും ഇത് വീഡിയോയിലൂടെ ചിത്രീകരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളൊക്കെ ഉണ്ടായാൽ ഈ വീഡിയോഗ്രഫിയിലൂടെ അല്ലെങ്കിൽ ഈ ചിത്രീകരണത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു ഇതിലാണ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എന്തായാലും ഉള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ആവശ്യത്തിന് ഫോഴ്സിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശരി ഹാൻസ്, ഞാൻ ഹാൻസിലേക്ക് വരാം. സരീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. സരീഷ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് ഈ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? അവിടെയും വിതരണമൊക്കെ ഏറെക്കുറെ പൂർണ്ണ തോതിലെത്തിയിട്ടുണ്ടോ? മറ്റു കാര്യങ്ങൾ കൂടി.
നിലവിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ ലിസ്റ്റിലേക്ക് വരികയും പിന്നീട് അവിടെ പേര് രജിസ്റ്റർ ചെയ്ത് തന്റെ ഏതൊക്കെ പോളിംഗ് ബൂത്തിലേക്കാണോ പോവേണ്ടത് ആ ടീമിനെ രൂപീകരിക്കുന്നു. അതിനുശേഷമാണ് പോളിംഗ് സാമഗ്രികൾ ഇവർക്ക് നൽകുക. ഓരോ പോളിംഗ് ബൂത്തിലേക്കും 5 ഉദ്യോഗസ്ഥർ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവർ ഒരുമിച്ചാണ് പോളിംഗ് സാമഗ്രികൾ സ്വീകരിക്കേണ്ടത്. അവിടെ വെച്ച് ഹാജറിൽ ഒപ്പിടുകയും പോളിംഗ് സാമഗ്രികൾ ഏതാണ്ട് 40 ഇനങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റാണ് അത് അവിടെ നിന്നും സ്വീകരിക്കുന്നു. ഒപ്പിട്ട് പോളിംഗ് ഓഫീസർ തന്നെ അത് സ്വീകരിക്കുന്നു. അതിനുശേഷമാണ് അവർക്ക് EVM-ഉം അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും നൽകുന്നത്. അത് സ്വീകരിച്ച ശേഷം തിരിച്ച് വാഹനങ്ങളിലേക്ക് റൂട്ട് ഓഫീസറുടെ അടുത്തേക്ക് എത്തുന്നു. അവിടെ റൂട്ട് ഓഫീസർ നിശ്ചയിച്ചിട്ടുള്ള ഏതൊക്കെ റൂട്ടിലാണോ പോവേണ്ടത് ആ വാഹനത്തിലേക്ക് കയറുന്നു. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. കാരണം നിലവിൽ ചാർട്ട് ഈ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തൊട്ടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഓപ്പൺ ബാലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരുണ്ടാകും. ആ ഏജന്റുമാർക്ക് ആവശ്യമായുള്ള സ്ലിപ്പുകൾ തുടങ്ങിയവ സജ്ജീകരിക്കേണ്ടതുണ്ട്. ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടക്കും. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പൂർണ്ണ സജ്ജമായി പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകുക. കോഴിക്കോട് ജില്ലയിൽ നോക്കിയാൽ 2800-ലേറെ പോളിംഗ് ബൂത്തുകളാണ്. 2837 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഉള്ളത്. അതിൽ 67 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന 67 പിങ്ക് പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് വെച്ച് സുരക്ഷാ ബൂത്ത്, അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകളുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും പ്രത്യേകം വെബ്കാസ്റ്റിംഗ് സൗകര്യം, അതായത് നിലവിൽ 351 പ്രശ്ന സാധ്യത ബൂത്തുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ആ കോഴിക്കോട് ജില്ലയിൽ 351 സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം, അതായത് ഒരു വോട്ട് ചെയ്യാൻ ഒരാൾ ക്യൂവിൽ നിൽക്കുന്നത് മുതൽ അദ്ദേഹം കയറി തന്റെ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചിറങ്ങുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചിത്രീകരിച്ച് അത് ലൈവ് കാസ്റ്റിംഗ് നടത്തും എന്നുള്ളതാണ്. ലൈവ് വെബ്കാസ്റ്റിംഗ് നടത്തും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് റൂറലിൽ മാത്രം 1600-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 1000-ലധികം കേന്ദ്ര സേനാംഗങ്ങളും സുരക്ഷാ ചുമതലയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് പുറമെ മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് ഡ്യൂട്ടിക്കായി 13,218 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെയ്യുന്ന സ്ഥലത്തു നിന്നും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നു. ആ പോളിംഗ് ബൂത്തിൽ തിരിച്ച് ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് തന്നെ, അതായത് എവിടെ നിന്നാണോ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് അതേ സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരെ എത്തിച്ചാൽ പിന്നീട് അവർക്ക് സുരക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ മുതൽ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷം വീണ്ടും ഈ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്നത് വരെ പോലീസ് സുരക്ഷ ഉണ്ടാകും എന്നൊരു കാര്യം കൂടി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിൽ ഉണ്ടാകുന്ന വാക്കുതർക്കം ഉൾപ്പെടെ, കാരണം ഓപ്പൺ വോട്ട് ചലഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അന്തിമ തീരുമാനമെടുക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഓപ്പൺ വോട്ട് ചലഞ്ചിനെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തതുമായി ബന്ധപ്പെട്ട വൈരാഗ്യങ്ങൾ പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായി ഈ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് എത്തുന്നത് വരെ പോലീസിന്റെ സുരക്ഷയുണ്ടാകും. അതിനെല്ലാം തന്നെ വാഹന സൗകര്യം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സുഗമമായ രീതിയിൽ പോളിംഗ് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജില്ലാ കളക്ടറുടെ പ്രത്യേക സ്ക്വാഡ് തന്നെ പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നാളെ വിവിധ മേഖലകളിൽ നിരീക്ഷണം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി സരീഷേ.